കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഇന്ന് PRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിന്റെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിന്റെ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പം ഇതിന്റെ ഒരു മെയിൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതൊരു നമുക്കറിയാം അല്ലെ, അത് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് പഠിച്ചെടുക്കാനും അതിന്റെ അനുസരിച്ച് നമുക്ക് പോവാനും നമുക്ക് അതിനൊരു ഇത് വേണം. അപ്പം നമ്മൾ ഈ ഒരു ഗൈഡ് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇഗ്നോ ലേണേഴ്സിന് PRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, അവരൊരു അനലിറ്റിക്കലി അതെന്താണ് അപ്രോച്ച് ചെയ്യാനും അവരുടെ ആ ഒരു സക്സസിനെ അല്ലെങ്കിൽ എക്സാമിന്റെ ഒരു സക്സസിലേക്ക് വഴിതെളിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു എന്താണ് ഗൈഡാണ് നമ്മുടെ PRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ബേസിൽ അതിനെ ക്ലോസ് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ സിലബസ്, അതേപോലെ തന്നെ ഹൈലൈറ്റ് ടോപ്പിക്സ്, അല്ലെങ്കിൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻ പാറ്റേൺസ്, അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള ആ ഒരു എക്സാം ട്രെൻഡ്സിനെ ഇവോൾവിംഗ് ആയിട്ടുള്ള എക്സാം ട്രെൻഡ്സിനെ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് അവരുടെ റിവിഷൻ ടൈമിൽ ഏറ്റവും ഹൈലൈറ്റ് വെറൈറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും ലോ ഏരിയയിലുള്ളതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അവർക്ക് അതുവഴി എന്താണ് നല്ലതുപോലെ ടോപ്പിക്കും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യാനും അതുവഴി അവരുടെ എഫിഷ്യൻസിയും കോൺഫിഡൻസും ഒക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗൈഡ് യൂസ്ഫുൾ ആവുന്നതാണെന്ന് പറയാം. പിന്നെ നമ്മൾ ഈ സിലബസിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻലി നമ്മൾ ഈ ഗൈഡിനകത്ത് നോക്കാൻ പോകുന്നത് ഒന്ന് സിലബസ് മാപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ ഈച്ച് ബ്ലോക്ക് ആയിട്ട് ആ ബ്ലോക്കിൽ എന്തൊക്കെ എന്താണ് കാര്യങ്ങളാണ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഹൈലൈറ്റിംഗ് സെഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഓരോ ബ്ലോക്കിലും എന്താണെന്നുള്ളതാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഫോർമാറ്റ് ഉണ്ടാവും അല്ലെ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ചിലപ്പോൾ ഓരോ ഫോർമാറ്റ് ഉണ്ടാവും. ഇപ്പം essay ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക, അതിന്റെ മാർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിൽ നോക്കുന്നത്. പിന്നെ റെക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഓരോ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ പ്രിഡിക്ഷനും എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗൈഡിനകത്ത് നോക്കുന്നുണ്ട്. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, നമുക്ക് ഇതുവരെയുള്ള ലേറ്റസ്റ്റ് ട്രെൻഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം നമ്മൾ നോക്കുന്നുണ്ട്. അത് എന്ന് വെച്ചാല് ഹൈ ക്വാളിറ്റി സാമ്പിൾസ് റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്പെക്ടഡ് ആൻസർ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗൈഡിന്റെ കൂടെ നിങ്ങൾക്കൊന്ന് സെൽഫ് അസസ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗൈഡിന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വൻസിലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റേജ് എന്താണ്, അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു ഗൈഡ് എന്താ പോകുന്തോറും നമുക്ക് മനസ്സിലാവും ഓരോ ബ്ലോക്കിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലെങ്കിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും അത് നമുക്ക് കുറച്ച് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് ടൂൾ ആയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഏറ്റവും മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാം ഹോളിലേക്ക് കയറാനായിട്ട്. ഇപ്പം അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് വൈസ് നമ്മുടെ ഒരു എക്സാം റെലവൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുൾ സിലബസിനെ ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിന്റെ ടോപ്പിക് ആണ് എന്ത്, ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. റീറ്റെയിലർ എന്ന് പറയുന്നത് അത് എന്താണ് അപ്പിയർ ചെയ്ത് വന്നിട്ട് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 13 തവണയാണ് ഇരിക്കുന്നത് അത് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഹൈ റിലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രോത്ത്, അത് 12 തവണയാണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. പിന്നെ യൂണിറ്റ് 1 തന്നെ എമർജിംഗ് ട്രെൻഡ്സ് ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ അതും അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത് 11 തവണയാണ്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 കൺസ്യൂമർ ബിഹേവിയർ അതിന്റെ മീനിങ് ഫാക്ടേഴ്സ്, അത് 14 തവണയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്പിയർ ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഹൈ റെലവൻസ് ആണ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റ്, അത് എന്താ 10th ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ റെലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. പിന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 4 റിസോഴ്സസ് ആൻഡ് മെർക്കൻഡൈസേഷൻ, അതും 9 തവണയാണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അത് ഒരു മീഡിയം റേഞ്ച് ആണ്, മീഡിയം റെലവൻസ് ആണ് അതിനുള്ളത്. പിന്നെ യൂണിറ്റ് 4 റീറ്റെയിൽ പ്രൈസിംഗ് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത് അത് 8 തവണയാണ് അത് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതും ഒരു മീഡിയം റേഞ്ച് ആണ്. പിന്നെ ബ്ലോക്ക് 5 യൂണിറ്റ് 5 സ്റ്റോർ ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് എന്ന് പറയുന്നത് അതും 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതിൻ്റെതും ഒരു മീഡിയം റെലവൻസ് ആണ്. പിന്നെ യൂണിറ്റ് 5 വിഷ്വൽ മെർക്കൻഡൈസേഷൻ എന്ന് പറയുന്നത് അതും ഒരു 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതും ഒരു മീഡിയം റെലവൻസ് ആണുള്ളത്. പിന്നെ ബ്ലോക്ക് 6 യൂണിറ്റ് 6 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് മെഷേഴ്സ്, അത് ഒരു 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതും ഒരു മീഡിയം റേഞ്ച് ആണ് അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 7 യൂണിറ്റ് 7 ലീഗൽ എൻവയോൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി, അതൊരു 6 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതും എന്താണ്, ഒരു മീഡിയം റെലവൻസ് ആണ്. പിന്നെ ബ്ലോക്ക് 8 യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിൽ, അത് 6 തവണയാണ് എന്ത് ചെയ്ത് വന്നിട്ടുള്ളത്, അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതും ഒരു മീഡിയം റേഞ്ച് ആണ്. യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിൽ, അതും 6 ടൈംസ് ആണ്, മീഡിയം റെലവൻസ് ആണ്. ദെൻ ബ്ലോക്ക് 9 യൂണിറ്റ് 9 റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ ടെയിലിംഗ് എന്നുള്ളത് അത് 5 തവണയാണ് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്. അതും മീഡിയം റേഞ്ച് ആണ്. ദെൻ ബ്ലോക്ക് 10 യൂണിറ്റ് 10 കരിയേഴ്സ് ആൻഡ് ട്രെൻഡ് ഇൻ റീറ്റെയിൽ, അതൊരു 4 തവണ വന്നിട്ടുള്ളൂ. അതൊരു ലോ കാറ്റഗറിയിൽ റെലവൻസിൽ പെടുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്, അത് ഒരു 6 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതൊരു മീഡിയം റെലവൻസ് ആണുള്ളത്. പിന്നെ റീറ്റെയിൽ ടെർമിനോളജി, അതൊരു 3 തവണ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അത് ഒരു ലോ റെലവൻസ് ആയിട്ടുള്ളതാണ്. അപ്പം ഇതാണ് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് അത് ടോപ്പിക്കും അതിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹൈ എന്ന് പറയുകയാണെങ്കിൽ ഒരു 10ഓ അതിൽ കൂടുതലോ തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഹൈ റെലവൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ഒരു ബാർ ചാർട്ട് പോലെ. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബ്ലോക്ക് 2, അത് കഴിഞ്ഞ് ബ്ലോക്ക് 3, ആ ഒരു ലെവലിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടിട്ടുള്ളത്. ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ എന്ന് പറയുന്നത് എന്താണ്, 10 കൂടുതൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഹൈ എന്ന് പറയാം. മീഡിയം എന്ന് പറയുന്നത് 5 to 9, ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ 5. അപ്പൊ ഈ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫ്രീക്വൻസ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട ബ്ലോക്ക് ഏതാണ് അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഏറ്റവും എന്താണ്, ഹൈലി പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂണിറ്റ് 1 ഇൻ ബ്ലോക്ക് 1 അല്ലെങ്കിൽ യൂണിറ്റ് 2 ഇൻ ബ്ലോക്ക് 2 ആണ് എന്താണ് ക്രിട്ടിക്കലി നമ്മൾ റിവിഷൻ ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ ബ്ലോക്ക് 1 യൂണിറ്റ് 1, ബ്ലോക്ക് 2 യൂണിറ്റ് 2 അല്ലെങ്കിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 3 എല്ലാത്തിലും എന്താണ് ഡാർക്ക് ഷെയ്ഡ് ആണല്ലേ. അപ്പം ക്രിട്ടിക്കലി നമ്മൾ എന്ത് ചെയ്യണം,
അതെല്ലാം എല്ലാ ബ്ലോക്ക് യൂണിറ്റ്സും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിരിക്കണം എന്നും കൂടെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കീ ഇൻസൈറ്റ് ബോക്സ്, ഇനി എന്താണ് ഒരു ഇൻസൈറ്റ് നമുക്ക് തരുന്നതെന്നുള്ളത്, അതിൽ നമ്മൾ ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഹൈ ആയിട്ട് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പ് 3 ടോപ്പിക്സ് ആണ് കൺസ്യൂമർ ബിഹേവിയർ. ബ്ലോക്ക് 2 യൂണിറ്റ് 2 കൺസ്യൂമർ ബിഹേവിയർ. അത് കൂടുതലും ഫ്രീക്വൻസി ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഡെഫിനിഷൻ, ഡിസ്റ്റിങ്ഷൻ, അതേപോലെ തന്നെ ഒരു കൺസെപ്ച്വൽ ബേസ്ഡ്, ഒരു കേസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടോ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതേപോലെ തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു ടോപ്പിക് തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അത് ഈ പ്രസന്റ് വരെ ഉള്ളതിൽ നിയർലി എല്ലാത്തിലും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ് അതെന്ന് പറയുന്നത്. അത് ഡയറക്റ്റ്ലി ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ റീറ്റെയിൽ ഫോർമാറ്റ്, അത് ബ്ലോക്ക് 3 യൂണിറ്റ് 3 അത് കൺസിസ്റ്റന്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് വേണമെങ്കിൽ കമ്പാരിസൺ മോഡൽ ആവാം, ക്ലാസിഫിക്കേഷൻ മോഡൽ ആവാം, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൊടുത്തിട്ട് ഉള്ള രീതിയിലാവാം. അത് തിയറി ഓർ ആപ്ലിക്കേഷൻ രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് അതിന് ആൻസർ ചെയ്യാം. അപ്പോൾ ഇത് ഒരു ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ് ഉള്ളത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമ്മളൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു പാസ്റ്റ് 5 ടേം ആൻഡ് എക്സാമിനേഷൻ സെഷൻസിൽ നമ്മുടെ ഒരു ഫോമാറ്റ് അപ്പിയറൻസ് വന്നിട്ടുള്ള ലെവലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് എസ് ആൻഡ് ലോങ് ആൻസേഴ്സ് ആണ്. അത് ടിപ്പിക്കലി 10 to 20 മാർക്സിനായിരിക്കും വരിക. അതിന്റെ ഒരു വേർഡ്സ്, എത്ര വേർഡ്സ് എന്ന് വെച്ചാൽ ഒരു 300 to 450 വേർഡ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിന്റെ ആൻസേഴ്സ് എഴുതിയിരിക്കണം. പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ബ്രീഫ് ആൻസേഴ്സ്, അതിന് ടിപ്പിക്കലി ഒരു 5 to 10 മാർക്ക് റേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അതൊരു 120 to 200 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ. പിന്നെ ഡിസ്റ്റിങ്ഷൻസ് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് എഴുതാനുള്ളത്, അത് ഒരു 6 to 12 മാർക്കിനായിരിക്കും ടിപ്പിക്കലി അതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ വരിക. അതൊരു 150 to 250 വരെ വേർഡ്സിൽ വേണം നമ്മൾ എന്ത് എഴുതാൻ. പിന്നെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി പോലെ എന്തെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതും 10 to 20 മാർക്കിനായിരിക്കും അത് ഉണ്ടാവുക. അതപ്പം 250 to 350 വേർഡ്സ് എഴുതാം. ഇൻക്ലൂഡ് എന്താണ്, ആ ഒരു സിനേറിയോ എന്താണെന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. പിന്നെ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെഫിനിഷൻ ബേസ് ചെയ്തിട്ടുള്ളതോ ചോദിക്കുന്നെങ്കിൽ അതൊരു 4 to 6 മാർക്കിനുള്ളതായിരിക്കും. അതൊരു 80 to 120 വേർഡ്സിൽ എന്ത് എഴുതാം. പിന്നെ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതൊരു 1 to 2 മാർക്ക്, 1 മാർക്കോ 2 മാർക്കിനോ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ 1 or 2 സെന്റൻസിൽ എഴുതാം. അപ്പം ആക്ച്വലി ഇങ്ങനെ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചോദിക്കുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും. കൂടുതലും സ്ട്രക്ചേഴ്സ് വരിക ലോങ് എക്സേ ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ഫോമാറ്റിലായിരിക്കും എന്ത് ചെയ്യാൻ വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊരു ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളൊരു അനലിറ്റിക്കൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പൊ അതിനകത്ത് മൾട്ടിപ്പിൾ കൺസെപ്റ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഇൻഡെപ്ത് എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ആൻസർ എഴുതാനായിട്ട്. അപ്പം അതൊരു 10 to 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഒരു 300 to 450 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രക്ചർഡ് ആയിട്ട് ആൻസർ എഴുതുക. സ്ട്രക്ചർ എഴുതുമ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക, ദെൻ ഒരു ബോഡി എഴുതുക, അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ഫോമാറ്റ് തന്നെ കീപ്പ് ചെയ്യുക. ഒരു 300-400 വേർഡ്സിൽ എഴുതുക.
അപ്പൊ അതിൽ എന്താണ് എന്നുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സിലബസ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ എത്രമാത്രം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവൽ എന്താന്നുള്ളത് അനലൈസ് ചെയ്യാനായിരിക്കും നമ്മൾ ഈ എസ് ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം മൾട്ടിപ്പിൾ എത്ര കൺസെപ്റ്റ്സ് ഉണ്ടോ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡെപ്ത് എക്സാമ്പിൾസും എല്ലാം പ്രിപ്പയർ ചെയ്യണം ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ബ്രീഫ് ആൻസേഴ്സിനകത്ത് വരുന്നത് നമ്മുടെ ഒരു ഓവറോൾ ഒരു ഓവർവ്യൂ, അതല്ലെങ്കിൽ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു 5 to 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ കൺസൈസ് ആയിട്ട് ചെറുതായിട്ട് എഴുതാം. ഒരു 120 to 200 വേർഡ്സിൽ എഴുതിയാൽ മതി. പക്ഷെ നമ്മളത് ക്ലാരിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ കോർ നോളജും എന്ത് ചെയ്തിരിക്കണം, അതിൽ എംഫസൈസ് ചെയ്ത് കാണിച്ചിരിക്കണം. ദെൻ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ മോഡൽ ആണ്. അത് എന്താണ്, ഒന്നെങ്കിൽ രണ്ട് കൺസെപ്റ്റ് തന്നിട്ട് അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക ആ മോഡൽ ചോദിക്കുന്നുണ്ടാവുക. അതൊരു 6 to 12 മാർക്കിന് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു 150 to 250 വേർഡ്സിനകത്ത് എഴുതിയാൽ മതി. അത് വൺസ് നമുക്ക് എന്താ ടാബ്ല ഫോമാറ്റിൽ പോയിന്റ് വൈസ് ഫോമാറ്റിൽ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് എഴുതാം. പിന്നെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു സിനാരിയോ ഡ്രിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തരാം. നമ്മുടെ പ്രാക്ടിക്കൽ എന്താ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു തിയറിയെ നമ്മൾ എങ്ങനെ റിയൽ വേൾഡ് റീറ്റെയിൽ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് എന്താണ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടായിരിക്കും, ടെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതൊരു 10 to 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു 250 to 300 വേർഡ്സിൽ എഴുതുക. പിന്നെ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ്ങോ അനലൈസിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക അതിന്റെ കൂട്ടത്തിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1 റീറ്റെയിൽ സിനോറിയോ അത് ഡിസംബർ 2022 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 23 18 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡിസംബർ 24 16 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ആവറേജ് പേപ്പറിൽ ഒരു 70.6% എന്താണ് ബ്ലോക്ക് 1 റീറ്റെയിൽ സിനോറിയോ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 2 റീറ്റെയിൽ കസ്റ്റമേഴ്സ് എന്താണ് ഡിസംബർ 22 14 പക്ഷെ ഡിസംബർ 24 അത് 18 അപ്പൊ 16.4% ആവറേജ് എന്താണ് ആ ഒരു ബ്ലോക്കിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവും മാർക്കിംഗ് ക്രൈറ്റീരിയ. പിന്നെ ബ്ലോക്ക് 3 റീറ്റെയിൽ ഫോമാറ്റ് ഡിസംബർ 22 16 ഡിസംബർ 24 വരുമ്പോൾ അത് 14 അപ്പൊ 14.8% ആവറേജ് മാർക്കിംഗ് എന്ന് പറയുന്നത് ആ ബ്ലോക്ക് 3 എന്നാണ്. പിന്നെ ബ്ലോക്ക് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസ് അത് വരുന്നത് ഡിസംബർ 2022 10 ഡിസംബർ 2024 10 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. പിന്നെ ബ്ലോക്ക് 5 സ്റ്റോർ ഡിസൈൻ അത് ഡിസംബർ 22 8 മാർക്കിനായിരുന്നു. പക്ഷെ ഇടയ്ക്ക് 23 ജൂൺ 23 ഡിസംബർ 23 10 മാർക്കിന് ചോദിച്ചിരുന്നു. പിന്നെ ഡിസംബർ 24 ആയപ്പോൾ അത് 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 8.8 ആവറേജ് മാർക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്നാണ്. പിന്നെ ബ്ലോക്ക് 6 എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് അത് 8 മാർക്കാണ് ത്രൂ ഔട്ട് ദ ഇയർ എന്താണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 7 ലീഗൽ ആൻഡ് സെക്യൂരിറ്റി അതെനിക്ക് തോന്നുന്നു ജൂൺ 2023 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ വട്ടവും 6 മാർക്കിനായിരുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 8 ടെക്നോളജി അത് എന്താ ത്രൂ ഔട്ട് ദ ഇയറിൽ 6 മാർക്കിന്റെ ഇതിലാണ് ആവറേജ് മാർക്കാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 9 റൂറൽ റീറ്റെയിലിംഗ് അതുപോലെ തന്നെ ഇ-ടെയിലിംഗ് അതും 4 മാർക്കിനാണ് ഓവറോൾ ചോദിച്ചു വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 10 അത് ഡിസംബർ 22 4 മാർക്കിന് ചോദിച്ചിരുന്നു. പിന്നെ എന്താ ഡിസംബർ 2024 അത് 2 മാർക്ക് ആണ് ആ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 11 എത്തിക്സ് 4 മാർക്കിനാണ് ഡിസംബർ 22 ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഡിസംബർ 24 എന്താണ് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 12 ടെർമിനോളജി അത് ത്രൂ ഔട്ട് ദ ഇയറിൽ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു ആവറേജ് പേപ്പർ അല്ലെങ്കിൽ ആവറേജ് മാർക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ആദ്യത്തെ 3 ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ 48% പോയിട്ടുള്ളത് ആദ്യത്തെ 3 ബ്ലോക്കിൽ നിന്നാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്കിംഗ്
കൂടുതൽ ഉള്ളത് ഏതിൽ നിന്നായിരിക്കും? ആദ്യത്തെ 3 ബ്ലോക്കിൽ നിന്നായിരിക്കും. പിന്നെ അതിന്റെ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ലോങ് എക്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഷെയർ തന്നെ വഹിക്കും. ഒരു 35 to 40% എന്ത് ചെയ്യുന്നുണ്ട്? ലോങ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിട്ടുള്ളത്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 20-25% ആണ് അത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കുകയാണ്. 15 to 20%. ചില വർഷങ്ങളിൽ ഹയർ ആയിട്ടുണ്ട്, ചില വർഷങ്ങളിൽ അത് കമ്പാരിറ്റീവ്ലി നമുക്ക് ലോ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതേപോലെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് എന്ന് പറയുന്നത് 10ൽ നിന്ന് 20ലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നോട്ടിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഫ്ലക്ച്വേഷൻ ട്രെൻഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അപ്പൊ കൂടുതലും 10ൽ നിന്നും അതൊരു 20%ലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 2024 ആയപ്പോൾ കൂടിയിട്ടുണ്ട്. ഒരു ട്രെൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ഒരു കേസ് ബേസ്ഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസ്ലി എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10ൽ നിന്ന് ഒരു 20 മാർക്കിലേക്ക് ടോട്ടൽ മാർക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതൊരു ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് കൂടുതലും അപ്ലൈഡ് നോളജ് അസസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ഒരു പാറ്റേൺ ആയിട്ട് നോട്ടബിൾ ഷിഫ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് അതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ നിൽക്കുന്നത്. സ്ലൈറ്റ് ഒരു ഡിക്ലൈൻ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്താണ്? എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിനാണ്. പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കമ്പാരിസൺ ആണ് പിന്നെ എന്താണ് ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതെന്ന് പറയാം. പിന്നെ ഇനിയിപ്പം നമ്മൾ ഇത്രയൊക്കെ നോക്കി ഇമ്പോർട്ടന്റ് ഏരിയാസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ബ്ലോക്സ്, യൂണിറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക, മാർക്കിംഗ് എല്ലാം നമ്മൾ നോക്കി അല്ലെ. പക്ഷെ നമുക്ക് ഏറ്റവും അതിന്റെ കൂടെ തന്നെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് എന്ത്? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര നല്ലൊരു ആൻസർ അറിയാമെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അത്രയും നമ്മുടെ ആൻസേഴ്സ് എഴുതി വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു 3 മണിക്കൂറുണ്ട്, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഓരോ ടൈപ്പിന് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ഇത്ര മാർക്ക് എന്നുള്ള ഇത്ര ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് അത്രയും ഇതില് ഫുള്ളി നമുക്ക് ആൻസേഴ്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എഴുതുന്നതിന് ഒരു എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ഒക്കെ ആണെങ്കിൽ ഒരു 35 to 40 മാർക്ക് അല്ലെങ്കിൽ അപ് ടു 40 മാർക്ക് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റേജ് വരാം. ഒരു 70-75 മിനിറ്റ്സ് ടോട്ടൽ എന്ത് ചെയ്യാം? നമ്മൾ ആ ഒരു എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സിന് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു പെർ ക്വസ്റ്റിന് ഒരു 18 to 20 മിനിറ്റ്സ് മാത്രം അല്ലെങ്കിൽ അപ് ടു ഒരു 20 മിനിറ്റ് മാത്രം എന്ത് ചെയ്യുക? ഒരു പെർ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിന് അത്രയും തന്നെ കൊടുത്ത് നമുക്ക് ആ ഒരു ഫുള്ളി നമുക്ക് ആ ഒരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഒരു അപ് ടു 25 മാർക്സ് വരെയാണ് അതിന്റെ വെയിറ്റേജ് വരിക. അപ്പൊ അതൊരു 30-35 ഓൾ ടോട്ടൽ 30-40 മിനിറ്റ്സ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഒരു പെർ ക്വസ്റ്റ്യന് 8 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വരെയാണ് കൊടുക്കേണ്ടത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. പിന്നെ കമ്പാരിസൺ പോലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 30-35 കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 7 to 8 മിനിറ്റ്സ് വരെ ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ് ടു 15 to 20 മാർക്ക് വരെയാണ് അതിന് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതെന്താണ് ഒരു
30-35 മിനിറ്റ് റിസർവ് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു പെർ കേസിന് ഒരു 10 to 12 മിനിറ്റ്സ് ഒരു കേസിന് എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതി ഫുള്ളി നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ലാസ്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ നമ്മുടെ ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ എഴുതിയിരിക്കുന്നത്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ നമ്പർ വിട്ടിട്ടില്ലേ, നമ്മൾ പ്രോപ്പർ ആയിട്ടല്ലേ അലൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലാസ്റ്റ് 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. വെച്ചാൽ നമ്മൾ ചിലപ്പം പെട്ടെന്നുള്ള ടെൻഷനിൽ നമ്മൾ ഒരുപാട് എഴുതി പോകും. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടാവില്ല, നമ്മൾ ആൻസേഴ്സ് ഇത് എഴുതിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ലാസ്റ്റത്തെ ചിലപ്പോൾ 1-2 വരി ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതും, കുറച്ച് കഴിഞ്ഞ് എഴുതാന്ന് എഴുതി, പക്ഷെ അത് നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു ലാസ്റ്റ് 15 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഒരു ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. അതിൽ ഹൈ ആയിട്ട് ഒരു 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അപ്പിയറിംഗ് കൗണ്ട് വെച്ചിട്ട് ഒരു 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നോക്കുന്നത്. അതിലൊന്നാണ് ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ വിത്ത് എക്സാമ്പിൾസ്. അതൊരു 8 തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഗ്രോത്ത് ഓഫ് റീറ്റെയിൽ ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ റീറ്റെയിലിംഗ്. Differentiate between modern and traditional retail formats. What is the visual merchandising? Explain its importance in retailing. Explain various methods of setting retail price with examples. Discuss the legal acts governing retail activity in India. Explain the role of technology in retailing with suitable examples. What are the ethical dimensions of retailing? Illustrate with examples. Write short note on chain stores in India, e-tailing, customer relation marketing, store space management. അപ്പൊ ഇതാണ് ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. അത് നമ്മൾ പറഞ്ഞ പോലെ 8 വട്ടം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻ ഇന്ത്യൻ റീറ്റെയിൽ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെയാണ്. അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആയിരുന്നു. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. അത് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 12 ആയിരുന്നു. മോഡേൺ വേഴ്സസ് ട്രഡീഷണൽ റീറ്റെയിൽ ഫോമാറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 3, അത് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. വിഷ്വൽ മെർക്കൻഡൈസേഷൻ യൂണിറ്റ് 5, അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. റീറ്റെയിൽ പ്രൈസിംഗ് മെത്തേഡ് അത് യൂണിറ്റ് 4, ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ലീഗൽ ആക്ട് ഇൻ റീറ്റെയിൽ അത് യൂണിറ്റ് 7, അതും ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. റോൾ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിൽ അത് യൂണിറ്റ് 8, എന്താണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. എത്തിക്കൽ ഇൻ റീറ്റെയിലിംഗ് അത് യൂണിറ്റ് 11, 6 തവണ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെതും എന്താണ് 10 ആണ് ആവറേജ് മാർക്ക്. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റോർ, റീറ്റെയിലിംഗ്, CRM, സ്പേസ് മാനേജ്മെന്റ്, അത് ബ്ലോക്ക് 3, 9, 6, 5 മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എന്താണ് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമ്മളൊരു സ്ട്രാറ്റജിക് അഡ്വൈസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മളൊന്ന് പ്രാക്ടീസ് ഔട്ട്ലൈൻ ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ മെയിൻ പോയിന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഒരു 12 to 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ആൻസർ ഫുൾ ആയിട്ട് നമ്മൾ എഴുതാന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഒരു 2 തവണ വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നമുക്ക് ഒരു സ്പീഡും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലാരിറ്റി, വേർഡ് കൗണ്ടിൽ മാത്രമല്ല, നമ്മുടെ എന്താണ് ക്ലാരിറ്റി എന്നുള്ളത് നമുക്ക് സ്ട്രക്ചർഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷൻ, എന്താണ് കണ്ടന്റ്, അതേപോലെ തന്നെ കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് സ്ട്രക്ചർ ആയിട്ട് നല്ലതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടോ, നമുക്ക് സ്പീഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു നേരത്തെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിങ് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ബ്ലോക്കുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺസെപ്റ്റ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഹയർ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ കാണിച്ച നമ്മുടെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ
ഒരു എന്താണ് വിഷ്വലൈസേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ 44% എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ഇനി നമ്മുടെ ഒരു ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അതില് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ്, അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 100 ആണ്. ഹൈ കാറ്റഗറി തന്നെയാണ്, മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്രോത്ത്, അതിൽ 83% പ്രോബിലിറ്റി ആണ് അതിനുള്ളത്, അതും ഹൈ കാറ്റഗറി ആണ്. പിന്നെ യൂണിറ്റ് 2 കൺസ്യൂമർ ബിഹേവിയർ, അത് 100% പ്രോബിലിറ്റി ഉള്ളതാണ്, ഹൈ കാറ്റഗറി ആണ്. റീറ്റെയിൽ ഫോർമാറ്റ് ഒരു 83% പ്രോബിലിറ്റി ആണുള്ളത്, അതും ഹൈ കാറ്റഗറി ആണ്. പിന്നെ വിഷ്വൽ മെർക്കൻഡൈസിങ്, അത് 67% പ്രോബിലിറ്റി ആണ്, അതൊരു മീഡിയം കാറ്റഗറി. പിന്നെ യൂണിറ്റ് 4 പ്രൈസിങ് മെത്തേഡ്സ്, അതൊരു 67% പ്രോബിലിറ്റി ആണ്, അത് മീഡിയം കാറ്റഗറിയിൽ തന്നെയാണ്. പിന്നെ യൂണിറ്റ് 7 ലീഗൽ ആസ്പെക്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ്, അതും എന്താണ് 67% പ്രോബിലിറ്റി ആണ്, അതും മീഡിയം കാറ്റഗറിയിലാണുള്ളത്. പിന്നെ യൂണിറ്റ് 8 റോൾ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്, അത് എന്താണ് 50% ആണ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്, അത് മീഡിയം റേഞ്ച് ആണുള്ളത്. പിന്നെ യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്, അതൊരു 50% ആണ്, അതും മീഡിയം കാറ്റഗറി ആണ്. ഈ ടെയിലിംഗ് എന്ന് പറയുന്നത് 33% ആണ്, ലോ കാറ്റഗറി ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് 10 കരിയേഴ്സ് ഇൻ റീറ്റെയിലിംഗ് 70% ആണ്, അതും ലോ കാറ്റഗറി ആണ്. റീറ്റെയിൽ ടെർമിനോളജി 70% ആണ്, അതും ലോ കാറ്റഗറി ആണ്. അപ്പം ഇതിന്റെ ഫുഡ് സോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് ടി എക്സാമില് 6 എടുക്കുകയാണെങ്കിൽ 6 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 6 പേപ്പർ എടുക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ ആണ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ്ലി ഒരു മേജർ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. റീറ്റെയിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ആയിട്ടോ ഒരു 6 പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 5 ചോദിച്ചിട്ടുള്ളതാണ്. വിഷ്വൽ മെർക്കൻഡൈസിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടോ അല്ലാതെ പാർട്ടായിട്ടോ ഒരു 4 പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രൈസിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 4 അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളതാണ്, അത് 10+ മാർക്കിന് ചോദിച്ചിട്ടുള്ളതുമാണ്. പിന്നെ ലീഗൽ ആക്ട് സെക്യൂരിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 4 കവർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്, അത് ഒരു മേജർ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ട് ഒരു 3 പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് എന്താണ് കമ്പൈൻഡ് ആയിട്ടോ അല്ലാതെ ഡയറക്റ്റ് ആയിട്ടോ സ്റ്റാൻഡ് അലോൺ ആയിട്ടോ ചോദിച്ചിട്ടുള്ളതാണ്. അതും എന്താണ് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ടെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു 2 പേപ്പേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ റീസെന്റ് ആയിട്ടാണ് എന്താണ് ഒരു വട്ടമേ എന്ത് ചെയ്യുന്നു കരിയേഴ്സ് ഇൻ റീറ്റെയിലിംഗും അതേപോലെ തന്നെ റീറ്റെയിൽ ടെർമിനോളജിയും ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഹൈ സ്റ്റഡി ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ്, അതേപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ, ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതേപോലെ റീറ്റെയിൽ ഫോർമാറ്റ്, ഇതെല്ലാം ഹൈ പ്രയോറിറ്റി ആണ്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക് ആണ് എന്ത് ഈ 4 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ മെർക്കൻഡൈസിംഗ്, പ്രൈസ് മെത്തേഡ്സ്, ലീഗൽ ആക്ട് ആൻഡ് സെക്യൂരിറ്റി, ടെക്നോളജി ഇൻ റീറ്റെയിൽ, എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്. അത് എന്താണ് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒരു എക്സാമിന് 2-3 ദിവസം മുന്നായിട്ട് ജസ്റ്റ് ഇല്ല എന്താണ് അതിന്റെ പോയിന്റ്സ്, കൺസെപ്റ്റ്, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ടെയിലിംഗ്, കരിയേഴ്സ് ഇൻ റീറ്റെയിൽ ആൻഡ് റീറ്റെയിൽ ടെക്നോളജീസ് ആണ്. അതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിട്ട് ചോദിച്ചിട്ടുള്ളതും, യെല്ലോ എന്ന് പറയുന്നത് മീഡിയം റേഞ്ചും, അതുപോലെ ഗ്രേ എന്ന് പറയുന്നത് ഒരു ലോ റേഞ്ചും ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകുന്നത്. BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് 3 മണിക്കൂറിന്റെ മാക്സിമം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കായിരിക്കും.
അതിൽ ഒന്നെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ കോ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് ഇൻ എ മോഡേൺ അർബൻ കോണ്ടെക്സ്റ്റ്, ഇല്ലുസ്ട്രേറ്റിംഗ് യുവർ ആൻസർ വിത്ത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഫ്രം ഫുഡ് ആൻഡ് ഫാഷൻ റീറ്റെയിൽ. 10 മാർക്കിനാണ്. അതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഡിസ്കസ് അറ്റ്ലീസ്റ്റ് 5 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ റീസെന്റ് ഗ്രോത്ത് ഓഫ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ, റെഫറൻസിംഗ് കറന്റ് ട്രെൻഡ്സ് ആൻഡ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്. അതിനും 10 മാർക്കാണ്. അപ്പം ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യന് 20 മാർക്കിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ആണ്, രണ്ട് പാർട്ടായിട്ട്. അത് ബ്ലോക്ക് 1 ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സും ഗ്രോത്ത് ഫാക്ടേഴ്സും ആണ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് consumer behavior in retailing. How do psychological and cultural factors influence purchase decisions? Support your answer with the recent real life example. അത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ബ്ലോക്ക് 2 കൺസ്യൂമർ ബിഹേവിയർ. Then block question number 3, compare and contract modern retail format, example supermarket, hypermarket and retailing with traditional retail form using any 2 cities of your choice as a case study. 10 മാർക്സിനാണ്. ഇതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് എ റിലീജിയസ് ട്രെയിലർ വാണ്ട്സ് ടു expand its business, advise on the choice between chain store and franchising models, listing their advantages and challenges. അതൊരു 10 മാർക്കിനാണ്. അത് ബ്ലോക്ക് 3 റീറ്റെയിൽ ഫോർമാറ്റ്സും ബ്ലോക്ക് 9 e-tailing ഫ്രാഞ്ചൈസിംഗിലെയാണ്. Then question number 4, you are given the following merchandise mix for a new electronic store: mobile phone 40%, laptop 30%, accessories 20%, smart home devices 10%. Justify this allocation in the terms of factors affecting merchandise mix decision. Explain any 2 methods of setting retail prices and illustrate each is the numerical example. അത് 10 മാർക്സിനാണ്. അത് ബ്ലോക്ക് 4 മെർക്കൻഡൈസ് മിക്സ് ആൻഡ് പ്രൈസിംഗ് മെത്തേഡ്സ് ആണ് എന്നാണ് വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഓഫ് വിഷ്വൽ മെർക്കൻഡൈസിംഗ്? ഇവാലുവേറ്റ് ഹൗ ദ എലമെന്റ്സ് വി ആർ യൂസ്ഡ് ഇൻ വെൽ നോൺ ബ്രാൻഡ് റീറ്റെയിൽ സ്റ്റോർ. ചൂസ് വൺ, സാറ, ഐക്ക ഓർ റിലയൻസ് ട്രെൻഡ്സ്. അത് 10 മാർക്കിനാണ്. With the help of a hypothetical store layout diagram, explain how store atmosphere can influence consumer experience and buying behavior. അതും 10 മാർക്കിനാണ്. അത് ബ്ലോക്ക് 5 വിഷ്വൽ മെർക്കൻഡൈസിംഗ് ആൻഡ് സ്റ്റോർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതിനകത്തുനിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റീസെന്റ് എക്സാമ്പിൾ ഡിസ്കസ് അറ്റ്ലീസ്റ്റ് 3 മേജർ ലീഗൽ ആക്ട് ദാറ്റ് ഇമ്പാക്ട് റീറ്റെയിലിംഗ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ. Additionally outline 2 security challenges faced by modern retailers and recommend practical solutions for each. അത് 20 മാർക്കിനാണ്. അത് ബ്ലോക്ക് 7 ലീഗൽ, എൻവയോൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്നാണ്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് 2 recent technology trends in retailing such as AI powered recommendation engine, self checkout systems or inventory management app. അതൊരു 10 മാർക്കിന്റെയാണ്. പ്രിപ്പയർ എ ബ്രീഫ് case study of a retailer, real or hypothetical, that has successfully adopted a new technology, outlining its business impact. അതും 10 മാർക്കിനാണ്. അത് ബ്ലോക്ക് 8 ടെക്നോളജി ഇൻ റീറ്റെയിൽ. 8 എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 of the following, 10 മാർക്ക് each. Ethical responsibility of retail in the context of data privacy, stages of a consumer buying decision process, consumer relationship marketing and its benefits for a mid-size appraisal chain, advantages and limitation of e-tailing for rural customers. അത് ബ്ലോക്ക് 11. അതേപോലെ തന്നെ ബ്ലോക്ക് 6 ആൻഡ് ബ്ലോക്ക് 9 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കുക, അത് നിങ്ങളൊന്ന് ആൻസർ എഴുതി നോക്കുക, നിങ്ങൾ ടൈം മാനേജ്മെന്റ് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ നമ്മുടെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതും നോക്കുക, ഹൈ പ്രയോറിറ്റി ഉള്ളതും നല്ലതുപോലെ നോക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്ത് പഠിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു സക്സസിലേക്ക് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഗൈഡ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ PYQനെ കൊണ്ടുപോവുക, അത് വായിച്ചു നോക്കുക. നല്ലൊരു എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.